മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും സിനിമാ പ്രേമികളെ കബളിപ്പിക്കുകയായിരുന്നു. റെക്കോർഡ് കളക്ഷൻ നേടിയെന്ന അവകാശവാദം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് ED കണ്ടെത്തൽ. അതിനായി കള്ള ടിക്കറ്റുകൾ ഉണ്ടാക്കി ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരന്റെയും അക്കൗണ്ടുകൾ ED മരവിപ്പിക്കും. പറവ വിതരണ കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിക്കാനാണ് നീക്കം. ഇതോടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച വിവരങ്ങളും ED ശേഖരിക്കും. സിനിമയുടെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള EDയുടെ കേസിലേക്ക് എത്തിയത്. നേരത്തെ പറവ ഫിലിംസിന്റെ ഉടമസ്ഥരായ ഷോൺ ആന്റണിയെയും നടൻ സൗബിൻ ഷാഹിറിനെയും ED ചോദ്യം ചെയ്തിരുന്നു. പണത്തിന്റെ ഉറവിടം, ലാഭം, പണം ഏതു തരത്തിൽ ചിലവാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി 7 കോടി രൂപ മുടക്കിയ മറ്റൊരു നിർമ്മാതാവായ അരൂർ സ്വദേശി സിറാജിന് പണം തിരികെ നൽകിയില്ലെന്ന പരാതിയിൽ പോലീസും കേസെടുത്തിരുന്നു. പറവ ഫിലിംസ് നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയാണെന്നും സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചുവെന്നാണ് ഹൈക്കോടതിയിൽ എറണാകുളം മരട് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കുവാനും ED ഒരുങ്ങുന്നുണ്ട്. കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ 2 സിനിമാ നിർമ്മാതാക്കൾ EDക്ക് കൈമാറിയ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചും കൂടുതൽ പരിശോധന നടത്തും. News 18 കൊച്ചി.